അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ ഡിസൈർ എന്നുള്ളൊരു കാര്യം. 12-ാം തീയതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട. അതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, കുറേ അനുഭവങ്ങൾ. പുതിയ സുസുക്കി ഡിസൈർ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് ശരിക്കും സ്വിഫ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണെങ്കിലും ആകെ അടിപൊളി മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നമ്മളിതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, പ്രാക്ടിക്കാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ 12-ാം തീയതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ഇനി അഭിപ്രായം പറയാതെ എന്ത് വീഡിയോ ആണോ എന്ന് കമൻറ്റ് ഇടേണ്ട. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾ ഈ ഒരു വണ്ടി ഒന്ന് കാണിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇതൊരു പുതിയ മോഡലാണ്, ഒരു പുതിയ ലുക്കാണ്, അങ്ങനെ വന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കാണിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഫ്രണ്ട് ഭാഗമാണ്. സ്വിഫ്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നും നമുക്ക് തോന്നുന്നില്ല. ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. 1, 2, 3, 4, 5, 6 ചേമ്പറുകളായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഇതാണ് DRL യൂണിറ്റ് വരുന്നത്. അപ്പോൾ അതിന് ഇൻഡിക്കേറ്റർ താഴെ ഹാലജനായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഇവിടെ നമുക്കൊരു പ്രത്യേക ഷേപ്പൊക്കെ കാണാം, പക്ഷെ അത് ഫംഗ്ഷനിങ് അല്ല. ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോം കണക്ഷൻ ഇങ്ങനെ 2 ഹെഡ്ലാമ്പിനെയും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്. ഗ്രില്ലിന് ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ കൊടുത്ത് ആ ഒരു പ്രത്യേക അറ്റയർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാണാം. പുതിയ ഡിസൈറിനകത്ത് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് LED ആണ് അല്ലേ, LED ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ LED സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 3995 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതായത് സബ് 4 മീറ്റർ സെഡാൻ എന്ന് വിശേഷിപ്പിക്കാം. 4 മീറ്റർ ലെങ്ത്തിൻ്റെ അകത്താണ് വന്നിട്ടുള്ളത്. 2500 മില്ലിമീറ്ററോളം നമുക്ക് ഏറെക്കുറെ ഈ ഒരു വീൽ ബേസ് വരുന്നുണ്ട്. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 ഇഞ്ച് വീലുകളാണ്. അലോയും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ, ഇൻഡിക്കേറ്റർ, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സൈഡ് വ്യൂ മിററാണ്. റിക്വ സെൻസറാണ്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്കിവിടെ കാണാം. ഒരു ക്രോം ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. റൂഫ് റെയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സൈഡിൽ നിന്ന് നമുക്ക് അതാണ് പറയാനുള്ളത്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഇതൊരു വൈ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് എന്ന് പറയാം. ഹാലജൻ ആണ് ഇൻഡിക്കേറ്ററിനും റിവേഴ്സ് ലാമ്പിനെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു ക്രോം കണക്ഷൻ കാണാം. ഡിസൈർ എന്ന് പറയുന്ന ബാഡ്ജിങ്, സുസുക്കിയുടെ ലോഗോ. എക്സോസ് പൈപ്പ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വിസിബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പണായിട്ട് വരുന്ന തരത്തിലാണ്. കീനകത്ത് അതിനൊരു ബട്ടൺ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 381 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാനുവലി ഓപ്പറേറ്റ് ചെയ്ത് മാനുവലി ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് തുറക്കാൻ എളുപ്പമാണ്. ഇവിടെ നമുക്കൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഇല്ല. സ്റ്റോപ്പ് ലാമ്പ് കൂടെയാണ് കൊടുത്തേക്കുന്നത് എന്ന് മാത്രം. ഡിഫോഗർ ലൈറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ പോലെ തന്നെ കാണാം. ഇൻറ്റീരിയർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാറിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് പരിചയപ്പെടുത്തുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇൻവോൾവ് 1. ഇൻവോൾവ് 1ൻ്റെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. ഇത് ഇൻവോൾവ് 1 ആണ് കേട്ടോ. 1 എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇൻവോൾവ് എന്നിട്ട് കുറച്ചുകൂടി വലുതൊരു ജെൽ ടൈപ്പും വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തൊരു പ്രൊഡക്റ്റ്. ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. ഇത് വാങ്ങി ഉപയോഗിച്ച ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പേഴ്സണലി കാണുന്ന സമയത്തും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്. അപ്പോൾ വാങ്ങാത്ത ആൾക്കാരൊന്ന് വാങ്ങിച്ച് നോക്കുക. വേറെയും ഫ്രാഗ്രൻസ് ഒരുപാടുണ്ട്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത ഫ്രാഗ്രൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനേറെക്കുറെ ഒരു 350 മുതൽ 400 രൂപയാണ് വില വരുന്നത്. നമ്മളൊരു കൂപ്പൺ കോഡുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ കാറിനകത്തൊക്കെ നല്ല സ്മെല്ലുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ലെതറിൻ്റെ സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനും അതുപോലെ തന്നെ ഈ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനും ഇത് സഹായിക്കും. ഈ സ്മെല്ല് കാരണം നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ അത് സർട്ടിഫൈഡ് ആണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണ്. ഒരു ഫാബ്രിക് അപ്പോൾസ്റ്റിയാണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് കളറാണ്. മാനുവലി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അഭിപ്രായങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇവിടെയും ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം. ഈ പാറ്റേൺ നോക്കിയാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ അല്ലേ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഭാഗം ചെയ്തേക്കണേ. ഈ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറേയൊക്കെ ഒരു സ്വിഫ്റ്റ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും, പുറത്തില്ല എന്നുണ്ടെങ്കിലും. സ്റ്റിയറിംഗ് മോഡിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിഡാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സെൻറ്ററിനകത്ത് ഡിജിറ്റലും അതുപോലെ തന്നെ അനലോഗും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചുള്ളതാണ്. യെസ്, ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
ആ പറ്റും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാം. ഡാഷ്ബോർഡിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഈ വൈറ്റ് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കാണാം, ഒരു സിൽവർ ഫിനിഷ്, ഒരു വുഡൻ ട്രിമ്മ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോള്, അതിന് ബട്ടൺസും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, അതുപോലെ തന്നെ നോർമൽ ടൈപ്പ് USB ചാർജിങ് പോർട്ട്, വയർലെസ് ചാർജിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എനിക്കാണ് എംബാർഗോ ഉള്ളത്, അതായത് ഒപ്പീനിയൻ പറയാറ്. നിങ്ങൾക്കൊരു എംബാർഗോ ഇല്ല. 12-ാം തീയതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട. അതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, കുറേ അനുഭവങ്ങൾ. പക്ഷേ ഇത് ഇപ്പം ജസ്റ്റ് നിങ്ങളെ ഈ ഒരു വണ്ടി കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് മൊത്തത്തിൽ ഈ വണ്ടി കാണുന്ന സമയത്ത് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ കൺസോളിൻ്റെ കണ്ടിന്യൂഷൻ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതൊരു പിയാനോ ബ്ലാക്കിനകത്തൊക്കെ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കിനകത്തും മാനുവലിനകത്തും അവൈലബിൾ ആണ്. ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതാ ഒരു USB-Cയും അതുപോലെ തന്നെ നോർമൽ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ വെക്കാം. ഉണ്ടോ? ഗ്ലോ ബോക്സ്. ഡാഷ്ബോർഡ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പല കളറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാലും വൈറ്റിനകത്തിനാണ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു സൺറൂഫ് അവൈലബിൾ ആട്ടോ. ഒരു സിംഗിൾ പാൻ സൺറൂഫാണ്. അത് പുതിയ കാര്യമാണ് ഡിസയറിനകത്ത്. നേരത്തെ ഡിസയറിനകത്ത് സൺറൂഫില്ല, എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിനകത്ത് സൺറൂഫില്ലല്ലോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററല്ല, മാനുവലാണ്. ഇനി ഡ്രൈവറുടെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ബട്ടൺ, അതുപോലെ എഞ്ചിൻ ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഹെഡ്ലാമ്പിൻ്റെ പൊസിഷൻ കൺട്രോൾ, ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രങ്ക് ഓപ്പൺ ആക്കാം, അതായത് ഫ്രണ്ട് ട്രങ്ക് ഓപ്പൺ ആക്കാനുള്ളതും ഈ ഒരു ഭാഗത്താണ്. ഓട്ടോമാറ്റിക്കലി ഡെഡ് പെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനി നമുക്ക് റിയർ സീറ്റ് ഒന്ന് നോക്കാം. റിയർ സീറ്റിനെ കുറിച്ച് നോ ഒപ്പീനിയൻ, കാരണം ഒപ്പീനിയൻ പറയുന്ന വീഡിയോ അടുത്തതാണ് എന്നുള്ളതുകൊണ്ടാണ്. ബാക്കിൽ ഞാൻ 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റ് ആണുള്ളത്. ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. റിയർ AC വെൻറ്റുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നതാണ്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 6 എയർ ബാഗുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ് പ്രകാരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം പറയണമെന്ന് തോന്നണല്ലേ. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗോവയിലെത്തിയ ആ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് പുറത്ത് ചെയ്തേക്കാനാണ്. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യണമല്ലോ ഡിസയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. 3 സിലിണ്ടർ. നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള Z സീരീസ്, അതായത് Z സീരീസ് എഞ്ചിനുകളാണ് വരുന്നത്. 81 കിലോവാട്ട് ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും. അതായത് ഏറെക്കുറെ 110ഓളം ഹോഴ്സ് പവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 117 എണ്ണം ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എങ്ങനെയുണ്ട്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട്, നോയ്സ് എങ്ങനെയുണ്ട്, വൈബ്രേഷൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ പുതിയ ഡിസയർ ഓടിക്കാൻ എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 12-ാം തീയതി വീഡിയോൻ്റെ അകത്ത് പറയാം. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ ഡിസയർ എന്നുള്ളൊരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.